ഹായ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഇൻകം ടാക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 80C മുതൽ 80 വരെയുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ അവസാനത്തെ ഒരു ഭാഗമാണ് 80G എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാലൻസ് വെച്ചതായിരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് കുറച്ച് ഡെപ്തിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ബാലൻസ് ആക്കി വെച്ചത്. സോ നമുക്ക് നോക്കാം. യെസ്, 80G. സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമാണ്, കണക്ക് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്കൊരു സാലറിയിൽ നിന്ന് കിട്ടിയ വരുമാനം 4 lakh, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് 2 lakh, ബിസിനസ് ഓർ പ്രൊഫഷനിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് ഷോർട്ട് ടൈം ഒരു 1 lakh, ലോങ് ടൈം ഒരു 2 lakh അടക്കം 3 lakh, മൊത്തം അതർ സോഴ്സിൽ നിന്ന് നമുക്ക് ഒരു 1 lakh കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം കൂട്ടി നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം 10 ലക്ഷം. നമുക്ക് 80C മുതൽ 80U വരെയുള്ള എല്ലാ ഡിഡക്ഷനും കുറയ്ക്കാം. ഇവിടെ നമുക്ക് 80Cയിൽ ഒരു 1.5 ലക്ഷം, 80D മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട ഒരു 50,000 ഉണ്ടായിരുന്നു, അത് നമ്മൾ കുറയ്ക്കാൻ പറ്റും. പിന്നെ 80G, ഈ 80G എത്ര നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ടോട്ടൽ ഇൻകം അതിനുശേഷം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 80Gയിലേക്ക് പോവാം. 80G നമുക്ക് 2 കാറ്റഗറി ആയിട്ട് മാറ്റാൻ പറ്റും. ഒന്ന് വിത്തൗട്ട് ലിമിറ്റും, മറ്റൊന്ന് വിത്ത് ലിമിറ്റ്. വിത്തൗട്ട് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നോ ലിമിറ്റ്. നിങ്ങൾ ഈ ഒരു ഏരിയയ്ക്കൊക്കെ നിങ്ങൾ ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ 100% മുഴുവനായിട്ട് നിങ്ങൾക്ക് എന്തായാലും കുറയ്ക്കാൻ പറ്റും. അതാണ് വിത്തൗട്ട് ലിമിറ്റിൻ്റെ പ്രത്യേകത. വിത്ത് ലിമിറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു ലിമിറ്റ് ടാക്സ് അതോറിറ്റി വെച്ചിന് അതിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. അതിലേക്ക് നമുക്ക് വരാം. സോ ഈ വിത്തൗട്ട് ലിമിറ്റിൽ തന്നെ 100%, 50% വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രൈം മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് 100% വരുന്നത്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഇതിലേക്ക് നിങ്ങളൊരു 40,000 ഉറുപ്പ്യ ഇറക്കിയിരിക്കുക, ഡൊണേറ്റ് ചെയ്തു, 100% നിങ്ങൾക്ക് എന്താണ് എടുക്കും, അതായത് 40,000 തന്നെ ഡിഡക്ഷൻ കിട്ടും. എന്നാൽ 50% വിത്തൗട്ട് ലിമിറ്റ്, ഇതിൻ്റെ പ്രത്യേകത ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഗാന്ധി നെഹ്റു കുടുംബങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, പിന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ. ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വേറെ ചാർട്ട് തരാം. ഓക്കെ, ഇതിൽ ഒരു അഡീഷണൽ കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. സാധാരണ എല്ലാ പ്രൈം മിനിസ്റ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട ഇവിടെ വരിക, പക്ഷേ പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ഈ കാറ്റഗറിയിലാണ് വരിക. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾ ഒരു 40,000 ഇറക്കിയിരിക്കുക, ഡൊണേറ്റ് ചെയ്തു. നമ്മൾ ഇറക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് തിരിച്ചൊന്നും കിട്ടില്ല കേട്ടോ, ഡൊണേറ്റ് ചെയ്യാണ്. പിന്നെ നമുക്ക് എന്താണ് സാധാ നമ്മൾ പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന പോലെ ഒരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഇൻട്രസ്റ്റ് ഒന്നും കിട്ടില്ല. ഇത് ഡൊണേറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് വരുമാനം കാര്യങ്ങളൊന്നുമില്ല, അത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇങ്ങനെ ഡൊണേറ്റ് ചെയ്താൽ 40,000 ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 50% അവിടെ 50% ആണ്, 50% അപ്പം തന്നെ കുറയ്ക്കും. ബാക്കി 20,000 ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിഡക്ഷന് കിട്ടുള്ളൂ. ഓക്കെ, ദെൻ വിത്തൗട്ട് ലിമിറ്റ്, അല്ല വിത്ത് ലിമിറ്റ്. വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്. ആ ലിമിറ്റ് ഇതാണ്, ഒരു ക്വാളിഫൈഡ് ലിമിറ്റ്. എന്താണ്? 10% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ആണ് ലിമിറ്റ്. അതിൻ്റെ മേലെ പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ എന്തൊക്കെ വരും? ഇതിലുമുണ്ട് 100% ഉണ്ട്, 50% ഉണ്ട്. ഈ 100% എന്ന് പറയുന്നതിൽ ഫാമിലി പ്ലാനിങ്, ഒളിമ്പിക്സായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. 40,000 ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് 100% 40,000 കിട്ടും. പക്ഷേ അത് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകത്തിൻ്റെ താഴെ ആയിരിക്കും വേണം, അതിൻ്റെ മേലെ പോകാൻ പാടില്ല, അത്രേ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ എന്താണ്, നിങ്ങൾ 40,000 ഇറക്കിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനെ 50% ആക്കി മാറ്റും. എന്നിട്ട് എന്താണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം നോക്കും, അതിൻ്റെ താഴെയായിരിക്കണം. ഓക്കെ, നമുക്ക് കണക്കിലൂടെ ഒന്നുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഇതിൽ ചാരിറ്റബിൾ ഓർഗനൈസേഷനും അതുപോലെ തന്നെ സിറ്റി, വില്ലേജ്, ടൗണിൻ്റെ ഒക്കെ ഡെവലപ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഡൊണേറ്റ് ചെയ്യുക. പിന്നെ ടെമ്പിൾ, മോസ്ക്, ചർച്ച്, ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ, അതിലേക്കൊക്കെ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതൊക്കെയാണ് 50% വിത്ത് ലിമിറ്റ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്കിതിന് 4 കാറ്റഗറി ആയിട്ട് ABCD എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് കണക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സൈഡിൽ നോട്ട് ചെയ്താൽ മതി. ഇത് A കാറ്റഗറിയാണ്, B കാറ്റഗറിയാണ്, C ആണ്, D ആണ്. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് ലിമിറ്റ് 100 എന്ന് പറയുന്നത് A, 50 എന്ന് പറയുന്നത് B. വിത്ത് ലിമിറ്റ് 100 എന്ന് പറയുന്നത് C,
50 എന്ന് പറയുന്നത് ഡി. ഇതിലേതൊക്കെയാണ് വരിക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മൈൻഡിൽ വയ്ക്കുക. ഓക്കെ, ദെൻ എന്താണ് ക്വാളിഫൈയിങ് ലിമിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ക്വാളിഫൈയിങ് ലിമിറ്റ് പറഞ്ഞാൽ 10% ഓഫ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം ആണ്. എന്താണ് അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം? അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം അവിടെ വെച്ചത്. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും നമ്മളെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഇവിടെ ഇപ്പോൾ 10 ലക്ഷമാണ്. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇവിടുത്തെ 2 ലക്ഷം, അത് കുറയ്ക്കണം. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ STT പെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കുറയ്ക്കുക. ഇവിടെ അത് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മളിവിടെ എടുത്തിട്ടില്ല, 0 എടുത്ത്. ദെൻ അതുപോലെ തന്നെ എല്ലാ ഡിഡക്ഷനും ATG ഒഴികെയുള്ള എല്ലാ ഡിഡക്ഷൻസും കുറയ്ക്കാം. ATC അതുപോലെ ATD അതൊക്കെ വളർത്തും. അങ്ങനെ ഈ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഈ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും കുറച്ചാൽ ഇതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റഡ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഇതിൻ്റെ 10% 60,000. ഇതാണ് ഇവിടുത്തെ ക്വാളിഫൈങ് ലിമിറ്റ്. ഈ ക്വാളിഫൈങ് ലിമിറ്റിൻ്റെ മേലെ പോകാൻ പാടില്ല. അത് ആദ്യം തന്നെ നമ്മളിവിടെ എഴുതിക്കണം. ഓക്കെ ആണല്ലോ. അതിന് ശേഷമാണ് നമ്മളെന്താണ് അതിനെ 100%, 50%. അപ്പോൾ ഈ ക്വാളിഫൈങ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് രണ്ടും കൂടിയിട്ടാണ് ക്വാളിഫൈങ് ലിമിറ്റ്. അല്ല ഓരോന്നിനല്ല, രണ്ടും വെച്ചിട്ടാണ് ക്വാളിഫൈങ് ലിമിറ്റ്. ഓക്കെ, സോ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും. 60,000 നമ്മളെ ക്വാളിഫൈങ് ലിമിറ്റ് എന്ന് പറഞ്ഞല്ലോ. സപ്പോസ് നിങ്ങൾക്ക് ഈ C കാറ്റഗറിയിലേക്ക് നിങ്ങളൊരു 30,000, D കാറ്റഗറിയിലേക്ക് നിങ്ങളൊരു 30,000 ഇറക്കിയായിരിക്കും. അങ്ങനെയാണ് നിങ്ങൾ 60,000 ഇറക്കി. അപ്പോൾ അതിലാണെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ഡിഡക്ഷൻ കിട്ടുക? ഇത് 100% ആണ്, സോ നിങ്ങൾക്ക് 30,000 തന്നെ കിട്ടും. ഇവിടെ 50%, സോ 30ൻ്റെ 50% 15,000, മൊത്തം 45,000 നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും. ഇനി നിങ്ങൾ ഇവിടെ 70 ഇറക്കിയത്, ഇവിടെ 30 ഇറക്കിയത്, മൊത്തം 1 ലക്ഷമാണ് ഡൊണേറ്റ് ചെയ്ത്. നമുക്ക് ആകെ ക്വാളിഫൈങ് ലിമിറ്റ് എത്രയാണ്? 60 ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം എത്ര എടുക്കുന്ന. ഇവിടെ 100% ആണല്ലോ. അപ്പോൾ 100% നമുക്ക് 70 എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ എന്താണ് 60% ആണ് ഇവിടുത്തെ ഒരു ക്വാളിഫൈ ലിമിറ്റ്. അപ്പോൾ നമ്മൾ അതന്നെ റെസ്ട്രിക്റ്റ് ചെയ്യുക 60. പിന്നെ ഇവിടെ എന്തെങ്കിലും എടുക്കാണ്ടാവുമോ? ഒന്നും എടുക്കാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ആകെ ഈ ഒരു C കാറ്റഗറിയിലത്തെ 60 കിട്ടുക. മനസ്സിലായോ? അപ്പോൾ ഇത് രണ്ടും കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു എക്സാമ്പിൾ, ഇവിടെ 50, ഇവിടെ ഡൊണേറ്റ് ചെയ്ത് 20. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മൊത്തം 60 ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ 100% മൊത്തം എടുക്കാം 50,000. പിന്നെ നമുക്കൊരു 10 കമ്മിയുണ്ട് അല്ലേ? ആ 10 ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ 20 നമുക്ക് എത്ര എടുത്തു? 10,000 എടുത്തു. അങ്ങനെ 50ഉം 10ഉം 60 ഓക്കെ. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ 10 എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ 10ന് എന്ത് ചെയ്യണം? 50% ആക്കി 5,000 ആക്കി മാറ്റണം. അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സോ എത്ര ഉണ്ടാവും? 50,000, 5,000, 55,000 മാക്സിമം എന്ത് കിട്ടുക? ഡിഡക്ഷൻ കിട്ടുക. അപ്പോൾ ഈ കണക്ക് ഈ രീതിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, നമുക്ക് ഒരു കണക്കിലേക്കൊന്ന് പോയി നോക്കാം. ശ്രീ സുന്ദർ ഏൺഡ് എ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് 2,50,000. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ട്. ഹി ഹാഡ് മെയ്ഡ് ദി ഫോളോയിങ് ഡിഡക്ഷൻസ് ഇൻ ദി പ്രീവിയസ് ഇയർ. ഒന്ന് 5,000 ഇൻ ദി ചീഫ് മിനിസ്റ്റർ എർത്ത് റിലീഫ് ഫണ്ട് മഹാരാഷ്ട്ര. ചീഫ് മിനിസ്റ്റർ ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? എ കാറ്റഗറിയിൽ വരുന്നത്, ഓർമ്മിക്കാം. 7,500 ടു നാഷണൽ ഫൗണ്ടേഷൻ ഓഫ് കമ്മ്യൂണൽ ഹാർമണി. നാഷണൽ ഫൗണ്ടേഷൻ ഇതെന്താണ്? എ കാറ്റഗറിയിൽ വരും. 20,000 മുനിസിപ്പാലിറ്റി ഫോർ ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ് ഓർമ്മ ഉണ്ടായില്ലാന്നുള്ളത് സി കാറ്റഗറിയിൽ. ദെൻ 12,500 ടു അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിൽ വരും ഡി കാറ്റഗറിയിൽ വരുന്ന. ദെൻ 10,000 ടു സ്വച്ഛ് ഭാരത്. സ്വച്ഛ് ഭാരതൊക്കെ എ കാറ്റഗറിയിൽ വരുന്ന. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലിസ്റ്റ് വേറെ തരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. 3 എ കാറ്റഗറി, പിന്നെ ഒരു സി ഉണ്ട്, ഒരു ഡി ഉണ്ട്. ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളായിട്ട് കണക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമായിട്ട് ഷോർട്ട് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാം. കമ്പ്യൂട്ട് ദി അഡ്മിസിബിൾ എമൗണ്ട് ആസ് പെർ ATG. നമുക്ക് ഇതിനെ നമ്മൾ പഠിച്ചൊരു മെത്തേഡിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ A, B, C, D കാറ്റഗറി ഇതൊക്കെയായിരുന്നു.
ഇതിലൊക്കെ നാഷണൽ ഇമ്പോർട്ടൻസ്, പ്രൈം മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഗാന്ധിയായിട്ട് നെഹ്റുവായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഫാമിലി പ്ലാനിങ്, ഒളിമ്പിക്സ്, ഇവിടെ ചാരിറ്റബിൾ ഓർഗനൈസേഷന്, വില്ലേജ്, ടൗൺ, ടെമ്പിൾ, മോസ്ക്, ഒക്കെ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മിക്കാം. നമ്മൾ ഒന്നാമത് പറഞ്ഞത് ക്വസ്റ്റ്യനുകൾ എഴുതിയെടുക്കണം. ചീഫ് മിനിസ്റ്റേഴ്സ് എർത്ത് റിലീഫ് ഫണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സാണ്, അതാണ് ഈ 5000 ഇവിടെ ഇട്ട്. ഓക്കെ. പിന്നെ രണ്ടാമത് നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി, നാഷണൽ അല്ലേ, സോ അതും ഏലാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി ഫോർ ഫാമിലി പ്ലാൻ 20,000, അത് ഇവിടെ വരും. പിന്നെ 12,500 അപ്രൂവ്ഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് ഇവിടെ വരും. ഓക്കെ. ദെൻ 10,000 സ്വച്ഛ ഭാരത് 5ാമത്, അത് ഇവിടെ വരും. ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ 100% ആണല്ലോ. അതുകൊണ്ട് മൊത്തം ഇത് എന്തായാലും ATGയിലേക്ക് പോകും, 22,500. ദെൻ ഇവിടെ ഒന്നുമില്ല. ഇനി വിത്ത് ലിമിറ്റ് നോക്കുക. വിത്ത് ലിമിറ്റ് നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ലിമിറ്റ് എത്രയാണ് നമ്മൾ നോക്കണം. ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 2,50,000 എന്ത് ഇദ്ദേഹത്തിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 2,50,000. അപ്പോൾ ആ 2,50,000-ൻ്റെ 10%, അതായത് 25,000 ലിമിറ്റ്. അതാദ്യം തന്നെ നമ്മൾ എന്താണ് കണ്ടുവയ്ക്കണം. ഓക്കെ. ഇനി നോക്കുക, 20 ആണല്ലോ, അപ്പോൾ 25,000 മൊത്തം ലിമിറ്റ്. നമുക്ക് ഇവിടേക്ക് എത്രയാണ്, 20,000 നമുക്ക് ഇവിടെ ഡൊണേറ്റ് ചെയ്ത്. അപ്പോൾ അതിൻ്റെ 100% നമുക്ക് എടുക്കാം, 20,000. അതിന് സംശയമൊന്നുമില്ല. പിന്നെ ഇവിടെ 12,500 നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തത്. പക്ഷേ 12,500 നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ആകെ 25 അതിൽ 20 ഇവിടെ പോകുന്നതിന് ബാക്കി എത്ര ഉള്ളത്, 5 ക്വാളിഫൈ ലിമിറ്റിലേക്ക് വരുന്നത്, 5. അപ്പോൾ ഇത് 50% ആണ് ക്വാളിഫൈ ലിമിറ്റിൻ്റെ 50%. സോ ഈ 5,000-ൻ്റെ 50% എത്രയാണ്, 2,500. അപ്പോൾ 20ഉം 2,500 രണ്ടും കൂടി കൂട്ടിയുള്ള ഫിഗറാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഒരു 2,500, ഇവിടെ ഒരു 20,000 കിട്ടും, ഇവിടെ 22,500. ടോട്ടൽ എത്ര, 45,000 നമുക്ക് ഈ ഒരു കണക്കിൽ ATG കിട്ടുക. നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മൾ എന്താണ് കണക്കായിട്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത്. ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80G. നോ ലിമിറ്റ് ഡൊണേഷൻ 100% ഉള്ളിൽ ചീഫ് മിനിസ്റ്റേഴ്സ് എർത്ത് ഫണ്ടുണ്ട്, നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി, പിന്നെ സ്വച്ഛ ഭാരത് ഒക്കെ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് ഒരുമിച്ച് ചെയ്ത്. ഇത്രയും കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ എന്താണ് വിത്ത് ലിമിറ്റ് ഡൊണേഷനിൽ 2,50,000-ൻ്റെ 10%, 25,000 ഇതിൻ്റെ വിത്ത് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതിൽ 100% ക്വാളിഫൈ എമൗണ്ട് നമുക്ക് അലോ ചെയ്യാൻ പറ്റും. 25,000, 20,000 ഫാമിലി പ്ലാനിങ്ങിക്ക് വന്നത്. ഓക്കെ. ഇതാണ് ഈ പറഞ്ഞ സാധനം. അപ്പോൾ അതിലേറ്റവും കുറവ് 20,000. ദെൻ വിത്ത് ലിമിറ്റിൽ എഗെയിൻ നമ്മളെന്താണ് 50 ക്വാളിഫൈ ലിമിറ്റായിട്ട് എടുക്കേണ്ടത്. 2,500 എങ്ങനെ കിട്ടിയെന്നാണ്, 2,500 കിട്ടിയതാണ് ഈ ഒരു 25,000. ആ 25,000-ൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ എടുത്ത ഇത് കുറച്ചു, ബാക്കിയുള്ളത് 5,000 5,000-ൻ്റെ പകുതിയാക്കി 2,500. ഓക്കെ. ഇതെങ്ങനെയാണ് അപ്പോൾ കണക്കിലേക്ക് കാണിക്കുമ്പോൾ എങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങൾക്ക് എന്താണ് കണക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് നിങ്ങൾക്ക് എഴുതിയിടാം. പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. ദെൻ ATGയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയി. ഇതൊക്കെ നോട്ടിലിട്ട് അത് നോ ലിമിറ്റിൽ വരുന്നത് 100% നോ ലിമിറ്റിൽ വരുമ്പോൾ നാഷണൽ ഡിഫൻസ് ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ ഡിഫൻസ് ഫണ്ട്, നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി, നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ, മഹാരാഷ്ട്ര ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, ജില്ലാ സാക്ഷരതാ സമിതി, സെൻട്രൽ വെൽഫെയർ ഫണ്ട്, നാഷണൽ ഇൽനസ് അസിസ്റ്റൻസ് ഫണ്ട്, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, നാഷണൽ കൾച്ചറൽ ഫണ്ട്, സ്പോർട്സ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് ഇതൊക്കെ വരും. നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്, സ്വച്ഛ് ഭാരത്, ക്ലീൻ ഗംഗ, ഇതൊക്കെ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ. ഇതൊക്കെ അതിൽ വരും. ദെൻ 50% വളരെ സിമ്പിളാണ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി. ഓക്കെ. പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഡോട്ട് റിലീഫ് ഫണ്ട്, ഈ 4ഉം പഠിച്ചാൽ മതി. ദെൻ വിത്ത് ലിമിറ്റിൽ എന്താണ് നമ്മളെ 100%.
അല്ലേ? അപ്പോൾ ക്വാളിഫൈ ലിമിറ്റ് എത്രയെന്നുള്ള ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിൽ എന്താണ് ഡൊണേഷൻ ടു ഗവൺമെൻറ് ഓർ എനി അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിങ്. Then donation by a company to Indian Olympic Association or any approved institutions for the development of sports and game in India. Okay. Then finally 50% with limit donation to government or any approved institution for charitable purpose. Donation to government or any approved institution for promoting minority interest. Any organization constituted for the development of housing and planning of cities, town, village, etc. Okay. Donation to mosque, church, gurudwara, temple, etc. നമ്മളതിനെ ഷോർട്ടായിട്ടാണ് ആദ്യം പറഞ്ഞത്. ആ ചാർട്ട് വരച്ചിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മൈൻഡിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് ദി 80G എന്ന് പറയുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. വൃത്തിയായിട്ട് പഠിച്ചിട്ട് എക്സാമിന് വളരെ സാധ്യത കൂടിയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇത് മാത്രമായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.